ഞാൻ ഇന്നൊരു നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യമായി നമുക്ക് ചട്ടിയിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് അച്ചാറിടാൻ ആവശ്യമായിട്ടുള്ള നാരങ്ങ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 20 മിനിറ്റോളം മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇതുണ്ട്, നാരങ്ങ ഒന്ന് ഞെങ്ങുന്നത് വരെ, ഒന്ന് വാടി കിട്ടുന്നത് വരെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഒരു കോട്ടൺ തുണിയിൽ നമുക്കിതൊന്ന് ചൂടാറിയ ശേഷം തുടച്ചെടുക്കണം. ആ നാരങ്ങയുടെ മുകളിലുള്ള കറകളൊക്കെ ഒന്ന് പോകാനാണ്. ഇനി നമുക്കിനി ഒന്ന് മുറിച്ച് മാറ്റി വെക്കാം. ഒരു ചട്ടിയിലേക്ക് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നല്ലെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു പിടി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 4 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ കായപ്പൊടിയും ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഒരു 3 ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റോളം മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതെല്ലാം തിളച്ച് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നാരങ്ങാച്ചാർ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങാച്ചാറാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്